ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ ഇരട്ടത്താപ്പുമായി ഡിവൈഎഫ്ഐ. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തും. ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും നേരെ നടക്കുന്ന അക്രമങ്ങൾ അപലപനീയമെന്നും ഡിവൈഎഫ്ഐ. സമരം ചെയ്യുന്നത് പൗരത്വ നിയമ ഭേദഗതിയെ ചെറുത്തു തോൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഘടന. പ്രജിത് മോഹനും ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇരട്ടത്താപ്പ് നയം തന്നെയല്ലേ ഡിവൈഎഫ്ഐയുടേത്? കൃത്യമായി അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ബംഗ്ലാദേശിൽ വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ ഹിന്ദു, സിഖ്, ജൈന വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവർക്ക് ഭാരതത്തിൽ അഭയം നൽകുകയും അവർക്ക് പൗരത്വം നൽകുകയും ചെയ്യുന്നതിന് വേണ്ടി 2019 കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്ന സമയത്ത് അതിനെ വലിയ രീതിയിൽ എതിർക്കുകയും വർഗീയ ചുവ നൽകി അവതരിപ്പിക്കുകയും വലിയ പ്രചാരണ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത ഡിവൈഎഫ്ഐ ഇന്ന് ആ നിയമത്തിൻ്റെ ആവശ്യകത എന്തെന്ന് വ്യക്തമാക്കി തരുന്ന അതേ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ പ്രതിഷേധിക്കുന്നു. അവിടുത്തെ ആളുകളുടെ അവകാശങ്ങളുമൊക്കെ സംരക്ഷിക്കണമെന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അതിനെ ഇരട്ടത്താപ്പെന്നല്ലാതെ മറ്റൊരു പദം ഉപയോഗിച്ച് അത് വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അന്ന് ആ നിയമം കേന്ദ്രം പാസ്സാക്കിയ സമയത്ത് ഇവർ കാണിച്ച കോലാഹലങ്ങൾ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അതിൻ്റെ പേരിൽ സെമിനാറുകളും ആ രീതിയിലുള്ള വലിയ പരിപാടികളുമൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഒടുവിൽ ഡിവൈഎഫ്ഐ അത് തുറന്ന് സമ്മതിക്കുന്നു. ഒരുപക്ഷെ ഒരു കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള കേരളത്തിലെ ചില തിരഞ്ഞെടുപ്പ് തിരിച്ചടികളും പലസ്തീൻ വിഷയത്തിൽ ഹമാസിന് വേണ്ടി വാദിച്ചതിൻ്റെ പേരിലുണ്ടായ തിരിച്ചടികളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചെറിയ അടവ് നയമാണോ എന്നാർക്കെങ്കിലും സംശയം തോന്നിയാലും തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഡിവൈഎഫ്ഐ ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. അന്ന് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തിയ വാദഗതികൾക്കെല്ലാം വിരുദ്ധമാണ് നിലവിലത്തെ സ്റ്റാൻഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒടുവിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ഒക്കെ വേട്ടയാടപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ കൂടി ഇപ്പോൾ ഡിവൈഎഫ്ഐക്ക് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അതിന് യഥാർത്ഥ പരിഹാരമായി, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ അഭയം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, രാജ്യത്ത് അഭയം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പരോക്ഷ പിന്തുണയും കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാവുന്നതാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയുടെ ഈ പ്രതിഷേധം ശ്രദ്ധേയമാകുന്നത് ഇത്തരം കുറച്ച് ഘടകങ്ങൾ കൊണ്ടാണ്. സാധാരണ ഒരു പ്രതിഷേധമല്ല. ഡിവൈഎഫ്ഐ തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദു വംശഹത്യയ്ക്ക് ആ വിഷയത്തിലൊരു സമരവും ഒരു പ്രതിഷേധവും ഒക്കെയായി വരുമ്പോൾ മുൻ നിലപാടുകൾ തന്നെയാണ് അവരെ തിരിഞ്ഞുകൊത്തുന്നത്. അന്ന് CAA-ക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ വിഴുങ്ങേണ്ടി വരുന്നു ഡിവൈഎഫ്ഐക്ക് എന്നുള്ളതാണ്. എന്താണോ CAA കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടത് അത് ശരിയായിരുന്നു എന്ന് പരോക്ഷമായെങ്കിലും ഡിവൈഎഫ്ഐ അംഗീകരിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ ഇവരുടെ ഈ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത്. രജനി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.